അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരളത്തിലെ പുതിയ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയായിരുന്നു ഇന്നലെ. നാം എല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, അതേ സന്ദർഭത്തിൽ മുസ്ലിം ലീഗുകാരായ മന്ത്രിമാർ അവരോട് പ്രത്യേകമായും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ സംസാരത്തിൽ അതാണ് ഈ ഉള്ളവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ദൈവനാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിലാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. കാരണം സ്രഷ്ടാവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് അവരുടെ സ്രഷ്ടാവ്. എങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം ചെയ്യുന്ന പ്രതിജ്ഞകൾ വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 91-ാമത്തെ ആയത്തിൽ പറയുന്നത്, വ ഔഫൂ ബി അഹ്ദില്ലാഹി ഇദാ അഹദ്തും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല. നിങ്ങൾ അള്ളാഹുവിനോട് നടത്തിയ കരാറുകൾ അള്ളാഹുവിനെ കഫീലാക്കി, അതല്ലെങ്കിൽ വക്കീലാക്കി, റബ്ബിനെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന കരാറുകളെ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത്, അത് മുറിച്ചു കളയരുത് എന്നാണ്. അതുകൊണ്ട് കരാറ്, സത്യപ്രതിജ്ഞ വിശ്വാസികൾ പാലിക്കണം. ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നാം ആ പ്രതിജ്ഞ ചെയ്യുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്ത് അഥവാ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാത്തവന് ഈമാനില്ല, വിശ്വാസമില്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാറു പാലിക്കാത്തവന് മതമില്ല. കാരണം ഇവിടെ ഞാൻ മുസ്ലിം ലീഗ് അതിൻ്റെ മന്ത്രിമാരോട് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, അതിൻ്റെ പേരിൻ്റെ കൂടെ ഇസ്ലാം ഉണ്ടല്ലോ, മുസ്ലിം എന്നുണ്ടല്ലോ. ഇസ്ലാം അതല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം അംഗീകരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണല്ലോ അത്. എങ്കിൽ പ്രവാചകൻ പറയുന്നത് കരാറു പാലിക്കാത്തവർക്ക് ദീനില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്, ഭരണാധികാരം എന്ന് പറയുന്നത്, ഒരു പഞ്ചായത്തിൻ്റെ പോലും ഭരണം ലഭിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതൊക്കെ കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ അത് പരലോകത്ത് വലിയ നഷ്ടത്തിന് കാരണമായി തീരും. ഈ മന്ത്രിസ്ഥാനവും അതേപോലെ തന്നെ MLA സ്ഥാനമടക്കമുള്ള ഭരണം കൈയാളുന്ന മേഖലകളൊക്കെ സത്യസന്ധമായ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിച്ചിട്ടില്ലെങ്കിൽ പരലോകത്തതൊരു വലിയ നഷ്ടമായി തീരും എന്നാണ് മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ അബൂദർ ഇന്നക ദഈഫുൻ വ ഇന്നഹ അമാന. അബൂദർ, താങ്കൾ ദുർബലനാണ്. ഒരു ഭരണം കൈയാളുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കരുത്ത് താങ്കൾക്കില്ല. എന്നാൽ ഇതൊരു വലിയ അമാനത്താണ്, വലിയ അമാനത്താണ്. വ ഇന്നഹ യൗമൽ ഖിയാമത്തി ഖിസിയുൻ വ നദാമ. ഖിയാമത്ത് നാളിൽ അതൊരു വലിയ അപമാനമായി താങ്കളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വലിയൊരു ദുഃഖമായി അത് മാറും. ഇല്ലാമൻ അഖദഹാ ബിഹഖിഹാ. ആരാണോ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുന്നത് അവർക്കൊഴികെ. വഅദ്ദല്ലദീ അലൈഹി ഫീഹാ. എന്തൊരു ഉത്തരവാദിത്തമാണോ ഏൽപ്പിക്കപ്പെട്ടത് അത് പൂർണ്ണമായും നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു ഭരണം ഏറ്റെടുത്തിട്ട്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അത് ഭംഗിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അത് വലിയ അപമാനത്തിന് അഥവാ അപമാനകരമായ ശിക്ഷക്കത് കാരണമായി തീരും, വലിയ സങ്കടമായി തീരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തറഅ അഹഫിള അം ദയ്യഅ ഹത്താ യസ്അല അർറജുല അൻ അഹ്ലി ബൈതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ, ഒരു വിഭാഗത്തിൻ്റെ, അത് എത്ര ചെറിയ മെമ്പർമാരാകട്ടെ, അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അള്ളാഹു അവരെ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യും. അവർ അത് ഭംഗിയായി കാത്തു സൂക്ഷിച്ചോ, അതല്ല ആ അമാനത്തിൽ വീഴ്ച വരുത്തിയോ എന്ന് അള്ളാഹു ചോദിക്കും. എത്രത്തോളം ഒരു പുരുഷനോട്, ഒരു ഭർത്താവിനോട്, ഒരു ഉപ്പയോട് തൻ്റെ വീട്ടിലുള്ള ആളുകളുടെ കാര്യം വരെ ചോദിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണല്ലോ. അതുവരെ അള്ളാഹു ചോദിക്കുമെങ്കിൽ അതിനേക്കാൾ വലുതാണ് ഒരു പഞ്ചായത്തിൻ്റെ ഭരണം, ഒരു ജില്ലയുടെ ഭരണം, ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം എന്നൊക്കെ പറയുന്നത്. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കൂടി കാണാം, യാ അബൂദർ ഇന്നി അറാക ദഈഫ. അബൂദർ, താങ്കൾ ദുർബലനാണ്.
വ ഇന്നി ഉഹിബ്ബു ലക മാ ഉഹിബ്ബു ലിനഫ്സി, ഞാൻ എനിക്കിഷ്ടപ്പെടുന്നത് താങ്കൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നു. ലാ തഅമ്മറന്ന അല ഇസ്നൈൻ, താങ്കൾ രണ്ടാളുകളുടെ വിഷയത്തിൽ പോലും ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത്. അതേപോലെ തന്നെ വലാ തവല്ലയന്ന മാല യതീമിൻ, അനാഥയുടെ സമ്പത്ത് താങ്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ പോലും ഹൃദയം ദുർബലമായി പോയാൽ അവിടെ അനീതി വരാനുള്ള സാധ്യതയുണ്ട്. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് വ്യക്തമായ നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത് വീതിക്കേണ്ടത്. അതിന് സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. അപ്പോൾ അനാഥകളുടെ സമ്പത്തിൻ്റെ കാര്യം പോലും അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ജനതയുടെ സമ്പത്ത് എന്ന് പറയുന്നത്, പൊതുമുതൽ എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാളുകൾക്കിടയിൽ വിധിക്കുക എന്നുള്ളത് വരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നിരിക്കെ വലിയൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ തലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചിന്ത ഭരണാധികാരികൾക്കുണ്ടായിരിക്കണം. എല്ലാവരും ഈ നിലക്ക് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സകല മനുഷ്യരോടും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും അള്ളാഹുവിലും പ്രവാചകരിലും ഇസ്ലാമിലും വിശ്വസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തം കൂടുന്നു എന്ന് മാത്രം. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നക്കും സതഹ്രിസൂന അലൽ ഇമാറ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, നിങ്ങൾ ഭരണം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നാൽ അത് ഖിയാമത്ത് നാളിൽ വലിയൊരു സങ്കടമായി മാറും. അപ്പോൾ സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വേർഡ് തന്നെ സ്ഥാനം വർത്തിക്കുക, സ്ഥാനം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ആർക്കും തന്നെ സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ഥാനാർത്ഥിയാവാതിരിക്കാൻ നിർവാഹമില്ല. ആരും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മെ MLA യോ മന്ത്രിയോ ആക്കുകയില്ല. കാരണം നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. എന്നിരിക്കെ മത്സരിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല. പക്ഷേ ആ മത്സരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണം, ഞങ്ങളൊരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ഞങ്ങളത് നിർവഹിക്കും, സത്യസന്ധമായി ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും എന്ന് അവർക്ക് ബോധ്യമുണ്ടാകണം. അപ്പോൾ ആ നിലക്ക് ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നാം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വാക്ക്, ആ വാക്കാണ് എന്നും ഏതൊരു ഭരണാധികാരിക്കും പ്രചോദനമാകേണ്ടത്, അതല്ലെങ്കിൽ വഴികാട്ടിയായി തീരേണ്ടത്. അതുകൊണ്ടാണല്ലോ സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിനെ പോലെയുള്ള ഖലീഫമാരുടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖലീഫമാരുടെ ഭരണമാണ് എന്ന് ഗാന്ധിജി പറയാനുള്ള ഒരു കാരണം അതാണ്. നമുക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ട ചില അസറുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞത്, വല്ലദീ ബഅസ മുഹമ്മദൻ ബിൽ ഹഖ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവുമായി നിയോഗിച്ച അള്ളാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ജമലൻ ഹലക ളയാഅൻ ബിശത്തിൽ ഫുറാത്തി ഖശീതു അൻ യസ്അലല്ലാഹു അൻഹു ആലൽ ഖത്താബ്, ഒരു ഒട്ടകം യൂഫ്രട്ടീസിൻ്റെ തീരത്ത് അഥവാ വിദൂരമായ ഒരു പുഴയുടെ തീരത്ത്, എന്നാൽ എൻ്റെ ഭരണപരിധിക്കുള്ളിൽ ഒരു ഒട്ടകം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മരണപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും എൻ്റെ കുടുംബത്തോടും അതല്ലെങ്കിൽ ഭരണത്തിൽ എൻ്റെ കീഴിലുള്ള ആളുകളോടും ചോദിക്കുമെന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഏതൊരു നേതാവും ഏതൊരു ഭരണാധികാരിയും അതൊരു എത്ര ചെറിയ ഒരു യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാകട്ടെ, ആ ഉത്തരവാദിത്തത്തിൻ്റെ കീഴിലുള്ള ആളുകളെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും അവർ ശ്രദ്ധാലുക്കളായിരിക്കണം. അവർ നിരന്തരമായി അന്വേഷിക്കണം. നമ്മുടെ അന്വേഷണത്തിൻ്റെ കുറവ് കൊണ്ടോ നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടോ നാം അത് മറന്നു പോവുകയും അവിടെ ഒരു പ്രയാസമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മുടെ നാട്ടിൽ പൊതുവേ മന്ത്രിമാരെക്കുറിച്ചും MLA-മാരെക്കുറിച്ചുമൊക്കെ ആളുകൾക്കുള്ള അഭിപ്രായം, വോട്ട് ചോദിക്കാൻ അവരൊക്കെ വളരെ ഉത്സാഹത്തിൽ വരും. അങ്ങനെ വോട്ട് നൽകി അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആരെയും കാണാറില്ല. അവർ അവരുടേതായ സുഖലോലുപതകളിൽ അവർ വിരാജിക്കും. എന്നാൽ അവരുടെ നാടിനെക്കുറിച്ചോ പഞ്ചായത്തിനെക്കുറിച്ചോ ജില്ലയെക്കുറിച്ചോ സ്റ്റേറ്റിനെക്കുറിച്ചോ അവർ പിന്നീട് ചിന്തിക്കാറില്ല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറില്ല. പൊതുമുതൽ പലപ്പോഴും സ്വന്തമായി ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ ഉപയോഗിക്കുന്നു, ജനങ്ങൾക്ക് നൽകേണ്ടത് നൽകുന്നില്ല. ഇങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ട്. അത്തരം പരാതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. സത്യസന്ധമായി ഭരിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭരിക്കുക. നമ്മുടെ നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ മന്ത്രിമാർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സത്യസന്ധമായി ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്തം, അതല്ലെങ്കിൽ എന്താണോ പ്രതിജ്ഞ ചെയ്തത്, ആ പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം
മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഒരു വലിയ മതത്തിൻ്റെ അനുയായികളാണ് നാം, വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്, നമ്മെ നയിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ നിലക്ക് സത്യസന്ധമായി രാജ്യത്തെ സേവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.